പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നവ്യ അനാമികയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ വീട്ടിൽ ഒത്തിരിയധികം ആസ്തി ഉണ്ടായിട്ടാണ് വല്യമ്മ നിനക്ക് സമ്മാനമായിട്ട് തന്ന സ്വർണ്ണമെല്ലാം തന്നെ നീ നിന്റെ അമ്മയുടെ കയ്യിൽ വിൽക്കാനായിട്ട് കൊടുത്തുവിട്ടത് എന്ന് ചോദിക്കും. പെട്ടെന്ന് നവ്യ അങ്ങ് ചോദിക്കുന്ന സമയത്ത് തന്നെ അനാമിക ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അത് നീ നേരിൽ കണ്ടിരുന്നോ? ഇല്ലല്ലോ. അത് ശരിക്കും കട്ടെടുത്തത് നീയും നിന്റെ അനിയത്തിയും കൂടിയാണ് എന്നിങ്ങനെ അനാമിക പറയുന്ന സമയത്ത് തന്നെ നവ്യ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിനക്കത് പോലീസിനോട് പറയാൻ മേലായിരുന്നോ? എന്നിട്ട് ഞങ്ങൾ ഇന്ന് അറസ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ മേലായിരുന്നോ? ഇതൊന്നുമല്ല അന്ന് നടന്നത് എന്ന കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ആ സ്വർണ്ണം കട്ടതും വല്യമ്മ ഹോസ്പിറ്റലിലാവാനുള്ള കാരണമെല്ലാം നീയും നിന്റെ അമ്മയും കൂടി ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ പല കള്ളങ്ങളും പുറത്തേക്ക് വരുമെന്നൊക്കെ നിനക്കറിയാം. അതുകൊണ്ടല്ലേ നീ ഒന്നും മിണ്ടാതെ അങ്ങനെ മര്യാദക്ക് ഇരിക്കുന്നത്. അല്ലെങ്കിലും നിന്നെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി എന്നൊക്കെ പറയട്ടെ നവ്യ. നവ്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കൊടുത്തതിന് അനാമിക പറയുന്നുണ്ട്, ഓ എന്തൊക്കെ പറഞ്ഞിട്ട് ആട്ടിയാ പോലും നീ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് പോവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നല്ല അന്തസ്സായിട്ട് തന്നെ എന്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് അനി എന്നോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണ്. പിന്നെ അനി വന്ന് എന്റെ കാല് പിടിച്ചാൽ മാത്രമേ ഇനി ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. നീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോടി എന്ന് ചോദിക്കും. അപ്പൊ നവ്യ പറഞ്ഞിട്ട്, എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അതിന്റെ അച്ഛൻ അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ആ വീട്ടിൽ തന്നെ നിൽക്കും. എന്നെ കെട്ടിച്ച് വിട്ട വീടാണ് അനന്തപുരി വീട്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് പോവില്ല എന്ന് പറയും. അപ്പോൾ അനാമിക പറഞ്ഞിട്ട്, ഓ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിന്റെ കാര്യം പറയുന്നു. ശരിക്കും ഈ കുഞ്ഞ് അഭിയേട്ടന്റെ കുഞ്ഞ് തന്നെയാണോടി എന്ന് ചോദിക്കും. അപ്പൊ നവ്യ പറഞ്ഞിട്ട്, ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ നിനക്ക് നേരത്തെ തന്നതാണ്. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ അഭിയല്ല എങ്കിൽ നിന്റെ അച്ഛൻ ആ വേണുവല്ല. നിന്റെ അമ്മ അവിഹിതത്തിൽ ഉണ്ടാക്കിയതായിരിക്കും നിന്നെ എന്ന് പറയും. അപ്പോഴേക്കും ഇത് കേൾക്കുന്ന സമയത്തിന് അനാമികക്ക് നന്നായിട്ട് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ദേ അമ്പലമുറ്റമാണെന്ന് ഞാൻ ഓർക്കില്ല. നിന്റെ മോന്തത്തിൽ കിട്ടുക ഞാൻ ഒന്നങ്ങ് തരുമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടട്ടെ നവ്യയോട്. അപ്പൊ നവ്യ പറഞ്ഞിട്ട്, അതെ അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. മര്യാദക്ക് സംസാരിച്ചോണം, അല്ലെങ്കിൽ അമ്പലമുറ്റമാണെന്നൊന്നും ഞാൻ നോക്കില്ല. അന്ന് നന്ദു തന്നതിന്റെ ബാക്കി ഞാൻ അങ്ങ് തരും. നന്ദുവിന്റെ അടിയെ പറ്റിയിട്ട് നിനക്ക് നന്നായിട്ട് അറിയാലോ. അവൾ നിന്റെ കാല് പിടിച്ച് വലിച്ചു കീറാത്തത് നിന്റെ ഭാഗ്യമെന്ന് നീ കൂട്ടിയാ മതി. ഇനി നെഗളിച്ചിട്ടുണ്ടെങ്കിൽ നന്ദു നിന്റെ വീട്ടിൽ കയറി തല്ലും. നിന്നെ മാത്രമല്ല നിന്റെ അച്ഛനെയും അമ്മയും എല്ലാവരെയും തല്ലും. അതിനുള്ള അവസരം മോളായിട്ട് ഉണ്ടാക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തന്നെ പറഞ്ഞു ജയിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആകെ വിഷമത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കട്ടോ അനാമിക. പിന്നീട് കാണിക്കുന്നത് അബീനായിരിക്കും. അബി കുറെ ദൂരം നടന്ന് മടുത്തുകൊണ്ട് തന്നെ ഒരു തട്ടുകടയിലേക്ക് എത്തും. തട്ടുകടയിൽ ചെന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അവരോട് പറയാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുന്നത്, മിക്കവാറും ആ അമ്പലത്തിൽ വെച്ച് അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. പോലീസുകാരൊന്നും അങ്ങോട്ടേക്ക് ചെല്ലാറില്ല. പോലീസുകാർ പോയാൽ പോലും അവന്മാർ ഓടി കാട്ടിലൊളിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാരും തന്നെ അവിടെ താമസിക്കാറില്ല എന്നൊക്കെ പറയും. അപ്പൊ അബി പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഏട്ടാ. എന്റെ മൊബൈലും പേഴ്സും എല്ലാം പോയി എന്നൊക്കെ പറയും. എനിക്കൊരു ഗ്ലാസ് ചായ തരാവോ എന്നും ചോദിക്കാട്ടോ അബി. അപ്പൊ ചായക്കടക്കാരൻ പറഞ്ഞിട്ട്, മൊബൈലും പേഴ്സെല്ലാം പോയി എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ശബരിമലക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ശരിക്കും വ്രതമൊന്നും എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള നിങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ചായ തരത്തില്ല എന്ന് പറയും. അപ്പൊ അബി ചോദിക്കുന്നത്, ചേട്ടൻ മൂർത്തി ജ്വല്ലറി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അങ്ങേര് പറയുന്നുണ്ട്, ആ ഞാൻ പരസ്യത്തിലൊക്കെ കാണാറുണ്ടെന്ന് പറയും. അപ്പോൾ അബി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ മൂർത്തി ജ്വല്ലറിയിലെ മൂർത്തി സാറിന്റെ കൊച്ചുമോനാണ് ഞാൻ എന്ന് പറഞ്ഞു കൊടുക്കാട്ടോ അബി. എന്നാൽ അത് കേൾക്കുന്ന സമയത്തിന് അവരെല്ലാവരും അബീനെ ഇങ്ങനെ കളിയാക്കി ചിരിക്കും. എന്നിട്ട് അബി വീണ്ടും വീണ്ടും അവരോട് ഒരുപാട് തവണ പറഞ്ഞു നോക്കിയിട്ടും അവരൊന്നും വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ അബി ആകങ്ങ് സങ്കടപ്പെടാണ്. എന്നിട്ട് എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും തരാമോ എന്ന് ചോദിക്കാണേ. ആ പച്ചവെള്ളമല്ലേ, അത് തരാമെന്നൊക്കെ പറഞ്ഞ് ഒരു ഗ്ലാസ് കൊടുക്കുമ്പോഴേക്കും അതങ്ങ് ആർത്തിയോടെ കുടിക്കട്ടെ അബി. അങ്ങനെ വെള്ളം കുടിച്ചതിന് ശേഷം, ഏതായാലും നിങ്ങൾ വെള്ളം തന്നല്ലോ, താങ്ക്സ് എന്നിങ്ങനെ അബി പറയുന്ന സമയത്തിനെ കടക്കാരൻ പറഞ്ഞിട്ട്, അതെ തള്ളുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ തള്ളണം. ഓ മൂർത്തി സാറ് കൊച്ചുമോനാണെന്ന് പോലും എന്നൊക്കെ പറഞ്ഞ് അയാൾ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്ന സമയത്തിന് അബി പറയുന്നുണ്ട്, അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഫോട്ടോ കാണിക്കാം. എന്നിട്ട് അബി പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് ഫോൺ ഇങ്ങനെ തപ്പുന്ന സമയത്തായിരിക്കട്ടോ മൊബൈൽ പോയി എന്ന കാര്യം അബി ഓർക്കുന്നത്. അബി പറഞ്ഞിട്ട്, അയ്യോ മൊബൈൽ പോയി, അല്ലെങ്കിൽ കാണിക്കാമായിരുന്നു എന്നിങ്ങനെ പറയുന്ന സമയത്തിന് കടക്കാരൻ പറഞ്ഞിട്ട്, അയ്യോ ഇതുപോലുള്ള കള്ളത്തരൊന്നും എന്നോട് പറയണ്ട. അപ്പോൾ അബി പറഞ്ഞിട്ട്, ഇനി ഞാൻ ഏതായാലും തൽക്കാലം ഈ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നോളാം. ആ അമ്പലത്തിലേക്ക് തന്നെ തിരിച്ചു പോവാൻ എനിക്ക് പേടിയാണെന്നൊക്കെ പറയും. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനായിരിക്കും. ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞിട്ട്, ഏതായാലും അബിക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. വ്രതമെടുക്കാതെ എന്തൊക്കെയാണ് അവൻ കാണിച്ചു കൂട്ടിയത്. ആ സമയത്തല്ലേ നവ്യമോളെയും കൊണ്ട് ഇവിടെ വന്നിട്ട് നമ്മളെ പറ്റിച്ചിട്ട് പോലും അവൻ പോയത്. അങ്ങനെയൊക്കെ ചെയ്യാവോ മാലയിട്ടിട്ട് എന്നൊക്കെ പറയട്ടെ ഗോവിന്ദൻ. അപ്പൊ കനകദുർഗ പറയുന്നത്, എന്തൊക്കെയാണെങ്കിലും വേണ്ടില്ല, അബി ശബരിമലക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. അപ്പൊ നന്ദു ചോദിക്കുന്നുണ്ട്, എന്ത് മാറ്റം വരാനമ്മേ? അവന്റെ രക്തം അനന്തപുരിയിലെയൊന്നുമല്ല. അവന്റെ അമ്മ അവനെ വളർത്തി വഷളാക്കി വെച്ചേക്കുവാണ്. അവന്റെ തള്ളയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ പറയട്ടെ നന്ദു. ഗോവിന്ദൻ ഇങ്ങനെ നായനോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് ഏതായാലും അമ്പലത്തിലൊക്കെ പോകാൻ പറ്റിയല്ലോ, അവിടെ വെച്ചിട്ട് അമ്മായിയമ്മയും കാണാൻ പറ്റി, അതുകൊണ്ട് മോൾക്കിപ്പോ സന്തോഷമായില്ലേ എന്ന് ചോദിക്കും. അപ്പൊ കനകദുർഗ ചോദിക്കുന്നത്, എന്ത് സന്തോഷം, കണ്ടിട്ടൊന്ന് ചിരിക്കുകയും മൈൻഡ് പോലും ചെയ്തില്ല എന്നൊക്കെ പറയും. അപ്പൊ നയന പറയുന്നത്, സന്തോഷത്തോട് ചിരിച്ച് സംസാരിച്ചതൊന്നുമില്ല, എന്നാലും വന്നിട്ട് നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു എന്ന് പറയും.
എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ കനകദുർഗ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് ആ അസുഖമുണ്ടോ എന്ന് ദേവേനെ ചോദിച്ചു. എന്നാൽ അതിന്റെ കൂടെ തന്നെ ഒരുത്തി മറ്റൊന്ന് ചോദിച്ചല്ലോ, നവ്യമോളെ പോലെ തന്നെ ഇവൾക്കും വിശേഷമാണോന്ന്. എനിക്കത് കേട്ടപ്പോഴേങ്ങും ദേഷ്യം വന്നു എന്നൊക്കെ പറയാട്ടോ കനകം. അപ്പൊ ഗോവിന്ദൻ പറഞ്ഞിട്ട് അതിന്റെയൊക്കെ മനസ്സ് ദുഷിച്ചതാ, അപ്പോ ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് ഗോവിന്ദൻ വളരെയധികം പ്രതീക്ഷയോട് ഇങ്ങനെ സംസാരിക്കുന്നത് ആദർശമോ ശബരിമലക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എല്ലാത്തിനും ഒരു മാറ്റമുണ്ടാവും. മോളുടെ അമ്മായിമ്മ തീർച്ചയായിട്ടും മോളെ സ്നേഹിച്ചു തുടങ്ങുമെന്നൊക്കെ പറയാണ് ഗോവിന്ദൻ. അപ്പോൾ നയന പറഞ്ഞിട്ട് അതിന് അമ്മക്കറിയില്ലല്ലോ ഞാനാണ് അമ്മക്ക് കരള് കൊടുത്തത് എന്ന സത്യമൊന്നും, അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അച്ഛാന്ന് പറയാട്ടോ. അപ്പൊ നന്ദു പറഞ്ഞിട്ട് അതിനിപ്പോ കരള് കൊടുത്തത് ചേച്ചിയാണെന്ന് അറിഞ്ഞാൽ പോലും അവർ ചേച്ചീനെ സ്നേഹിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ ഡോക്ടറോട് പോയി പറയുമായിരിക്കും എന്റെ കരളും കൂടി അങ്ങ് എടുത്തോ എന്ന്. അത്രക്ക് ദേഷ്യമുണ്ട് അവർക്ക് ചേച്ചിയോട് എന്നൊക്കെ പറയട്ടെ നന്ദു. ഇതേ സമയത്തിനെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി എന്ന അമ്പലമുറ്റത്തിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നയന പയ്യെ നടന്നു വന്നതും വയ്യ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ചില സംശയങ്ങൾ ദേവേനയുടെ മനസ്സിലുണ്ടാവും. ഇതേ സമയത്ത് തന്നെ ആയിരിക്കും മുത്തശ്ശനും അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശിയെ കണ്ട ഉടനെ തന്നെ ദേവയാനി ചോദിക്കുന്നത് അമ്മയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഞാന്. നയന ഇവിടെയുള്ളപ്പോൾ അവൾക്ക് സ്വർണം കൊടുക്കുന്നത് പോട്ടെ എന്ന് വെക്കാം, അതിന് പകരം ഇപ്പൊ അവൾക്ക് അവളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്വർണവും പാരിതോഷികവും കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ മുത്തശ്ശി പറഞ്ഞിട്ട് അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തത്. മോൾക്ക് ഇവിടുത്തെ ജീവിതം മടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മോൾ അവിടെ പോയി നിൽക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും മടുപ്പുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോട്ടെ. അവൾ ഈ വീടിനെയും വീട്ടുകാരെയും സ്നേഹിച്ചോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയട്ടെ മുത്തശ്ശി. അപ്പൊ മുത്തശ്ശൻ പറയുന്നത് ഈ വീട്ടിലെ ഏറ്റവും നല്ല മരുമകൾ നയനമോളാണ്. ഈ കുടുംബത്തിലെ എല്ലാവരെയും നല്ല രീതിയിൽ സ്നേഹിക്കും, എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ അറിഞ്ഞതെല്ലാം തന്നെ നയനമോളാണ്. അതുകൊണ്ട് തന്നെ നയനമോൾ എന്നും ഈ വീട്ടിൽ കാണണം. അത്രത്തോളം കാര്യങ്ങൾ ഈ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നയനമോൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയട്ടെ മുത്തശ്ശൻ. അപ്പൊ ദേവേനെ ചോദിക്കുന്നുണ്ട് അവൾ എന്ത് നന്മ ഈ വീടിന് വേണ്ടി ചെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കും. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് ഒരുപാട് നന്മകൾ നയനമോൾ ഈ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഫിറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം നയനമോളുടെ കയ്യപ്പ് അതിൽ എത്രമാത്രം ഉണ്ടെന്ന്. മുത്തശ്ശൻ ഇങ്ങനെ ദേവേനോട് പറയുന്നത് ആദർശ ശബരിമലക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം നീ തന്നെ പോയിട്ട് നയനമോളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്ന സമയത്തിന് ദേവേനെ അത് സമ്മതിക്കുന്നില്ല. ദേവേനെ പറയുന്നത് ഞാൻ അവളെ വിളിക്കാനൊന്നും പോകുന്നില്ല, അവൾക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, അവളെ ഞാൻ വിളിച്ചുകൊണ്ട് വരത്തില്ല എന്നിങ്ങനെ മുത്തശ്ശനോട് പറയും. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞിട്ട് നയനമോൾ നിന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട് ദേവയാനി, നീ അതെന്താ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കാനേ. അപ്പൊ മുത്തശ്ശി പറഞ്ഞിട്ട് അത് മാത്രല്ല അതിനപ്പുറവും നയനമോള് ചെയ്തിട്ടുണ്ട്, അതെന്തെങ്കിലും നീ അറിയുമെന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനോട് മുത്തശ്ശി. അപ്പൊ ദേവേനെ ഒരു സംശയത്തോടു കൂടെ തന്നെ ചോദിക്കുന്നുണ്ട് അതിനപ്പുറം സേവന എന്ന് പറഞ്ഞാൽ അതെന്ത് സേവന, അതെനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞിട്ട് നിന്റെ മരുമകളെ നിനക്കിതുവരെ മനസ്സിലായിട്ടില്ല, അവൾ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് നിനക്കറിയാവോ എന്ന് ചോദിക്കാട്ടെ മുത്തശ്ശൻ. അപ്പൊ മുത്തശ്ശിയും പറഞ്ഞിട്ട് ആ മോള് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിന്നെ, നീ അവളുടെ കാര്യം വിളിച്ചന്വേഷിക്കാറില്ലെങ്കിലും അവൾ എന്നും വിളിച്ച് നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്, അതാണ് മോളുടെ സ്നേഹം, അതൊന്നും നീ മനസ്സിലാക്കുന്നില്ല എന്ന് പറയട്ടെ മുത്തശ്ശി. അപ്പൊ മുത്തശ്ശൻ പറയുന്നത് അതെ അത് തന്നെയാണ് നയനമോള്, അത്രത്തോളം സ്നേഹമുണ്ട് മോൾക്ക് നിന്നോട്, എന്നാൽ നീ ഇന്നേ വരെ ആ ഒരു സ്നേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ശരിക്കും ഈ വീട്ടിലുള്ള എല്ലാവരെയും നയനമോള് നന്നായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്നെയും അതുപോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും നയനമോള് തയ്യാറാണ്, വേണമെങ്കിൽ സ്വന്തം ജീവൻ പോലും പകുതി തരാൻ പോലും നയനമോള് തയ്യാറാണ്, അതൊന്നും മനസ്സിലാക്കാത്തത് നീയാണ്, നിനക്കതൊരിക്കലും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ അവിടെ നിന്നങ്ങ് പോവാണ്. എന്നാൽ മുത്തശ്ശിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ദേവേന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും സംശയം ഇങ്ങനെ കുമിഞ്ഞുകൂടും. എന്നിട്ട് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് മാത്രമായിട്ടുണ്ട് ദേവയാനി ചിന്തിക്കുന്നത്. മോള് നിനക്ക് വേണ്ടി എന്തു ചെയ്യും, നിനക്ക് വേണ്ടി ജീവൻ പകുത്തു തരാൻ പോലും മോള് തയ്യാറാണ് എന്ന് മുത്തശ്ശൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ദേവേന്റെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദർശ് ഇങ്ങനെ നയനെ വിളിച്ചോണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഏതായാലും ശബരിമലയ്ക്ക് പോയിട്ട് തൊഴുത് തിരിച്ചിറങ്ങി. എന്നിട്ട് അബിയുടെ കാര്യം ചോദിക്കുന്ന സമയത്തിന് അബിനെ ഇതുവരെ കണ്ടില്ല, അവന് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവൻ ആ കാടിന്റെ നടുക്കുള്ള അമ്പലത്തിലെത്തിയിട്ട് പോയതായിരുന്നില്ലേ, ഇനി ഒരു പക്ഷെ അവൻ അവിടെ ഇരുന്ന് മടുത്തിട്ട് മറ്റെങ്ങോട്ടെങ്കിലും പോയോന്നും അറിയത്തില്ല എന്നൊക്കെ പറയും. അപ്പൊ നയന പറഞ്ഞിട്ട് ഷോ കഷ്ടമായി പോയി, ഏതായാലും അബീനെ അവിടെ തനിച്ച് അവിടെ ഇരുത്തണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട് തനിച്ചില്ലല്ലോ, അവിടെ വേറെയും അയ്യപ്പന്മാരുണ്ടായിരുന്നല്ലോ, സാരമില്ല ഏതായാലും അവനെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ വരുള്ളൂ എന്നും പറയും. ഫോൺ കട്ടാക്കിയതിനു ശേഷം ആദർശ് അങ്ങനെ പറയുന്നുണ്ട് നമ്മൾ നടന്നു വന്നതുകൊണ്ടാണ്, വണ്ടിക്കായിരുന്നെങ്കിൽ പമ്പയിൽ എവിടെയെങ്കിലും ഇരുത്തിയാൽ മതിയായിരുന്നു, അവിടെയാണെങ്കിൽ പിന്നെ അറിയുന്ന പോലീസുകാരെല്ലാം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയാട്ടെ ആദർശ്. അപ്പൊ ജയൻ പറയുന്നുണ്ട് അടുത്ത പ്രാവശ്യം ഏതായാലും അബിയെ കൊണ്ടുവരണ്ട, അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ അവനൊന്നും മര്യാദക്ക് ഇരിക്കും, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോയമ്പും എടുക്കും. ഇതിപ്പോ എല്ലാ തോന്നിയാസവും കാണിച്ചുകൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങോട്ടേക്ക് വന്നത്, അതുകൊണ്ട് തന്നെയാണ് അവൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ പറയും. അപ്പൊ ജയൻ പറഞ്ഞിട്ട് ഏതായാലും ഇപ്പൊ ഇനി അവനെ തിരിച്ചു പിടിക്കാതെ നമുക്കിനി ഏതായാലും നാട്ടിലേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയും. ഇതേ സമയത്ത് തന്നെ കാണിക്കുന്നത് അബീനായിരിക്കും. അബി അവിടെ നിന്നും പോയിട്ട് മറ്റൊരു ഹോട്ടൽ കയറിയിട്ട് മൂട്ടുമുട്ടും അങ്ങനെ ഭക്ഷണം കഴിക്കാനേ.
ഒത്തിരിയധികം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. 12 പൊറോട്ടയും 2 ഓംലെറ്റും ഒക്കെ ആയിരിക്കും കഴിക്കുന്നത്. എന്നാൽ അഭി നിർത്താതെ മൂക്കുമുട്ടങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് അവിടെയുള്ള കാഷ്യർ മറ്റേ വെയിറ്ററോട് ചോദിക്കുന്നുണ്ട്, അല്ല കുറേ നേരമായല്ലോ ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഒരുപാട് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നൊക്കെ പറയും. അങ്ങനെ മൂക്കുമുട്ടം ഭക്ഷണം കഴിച്ച് അവിടെ നിന്നും ഒന്നും മിണ്ടാതെ അങ്ങനെ ഇറങ്ങിപ്പോരാട്ട് അബി. അബിയുടെ കയ്യിലാണെങ്കിലോ 10 പൈസ പോലും എടുക്കാനില്ലല്ലോ. അപ്പോൾ കാഷ്യർ ഇങ്ങനെ പറയുന്നുണ്ട്, അതെ പൈസ തന്നില്ല എന്ന് പറയുന്ന സമയത്തിന് അബി അയാളെ നോക്കിയിട്ട് ഒരൊറ്റ ഓട്ടായിരിക്കും. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന വെയിറ്ററും ആ സ്റ്റാഫെല്ലാം തന്നെ ഓടിപ്പോയിട്ട് അബിയെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്താണ് നീ കാണിക്കുന്നത്? ഭക്ഷണം കഴിച്ചിട്ട് പൈസ തരാതെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നോ? നിന്നെ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അബി അങ്ങ് പിടിച്ചു വെക്കാട്ടോ. അപ്പോൾ അബി പറയുന്നത്, അതെ ഞാൻ ശബരിമലക്ക് പോകുന്ന വഴി തന്നെ എൻ്റെ പേഴ്സും മൊബൈൽ ഫോണെല്ലാം തന്നെ പോയത് കൊണ്ടാണ് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് എന്ന് പറയും. അപ്പോൾ കാഷ്യർ പറയുന്നത്, ഓ ഇതുപോലുള്ള കള്ളന്മാരെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ് മോൻ, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് എടുത്ത് വെക്കാനും ഇവിടെ തുടക്കാനായിട്ടൊക്കെ നിൽക്ക്. എന്നിട്ട് നീ ഇപ്പൊ ഭക്ഷണം കഴിച്ചതിന്റെ പൈസയൊക്കെ വീട്ടിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ അബി പറയുന്നുണ്ട്, അയ്യോ ഇങ്ങനെയുള്ള ജോലിയൊന്നും ചെയ്തിട്ട് എനിക്ക് ശീലമില്ല എന്ന് പറയുന്ന സമയത്ത് എന്റെ സ്റ്റാഫ് പറയുന്നുണ്ട്, ഓ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇതെല്ലാം ശീലമാവുന്നത്. അപ്പോഴേക്കും അബിക്കും മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ അബി അവിടെ ഇങ്ങനെ തുടച്ചിട്ടും ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇരിക്കുകയാണ്. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അബി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നതിന്, ഈശ്വര അടുത്ത പ്രാവശ്യം ഞാൻ കൃത്യമായിട്ട് വ്രതം നോറ്റോളാം എന്ന് പറഞ്ഞു പോലും ഈശ്വരൻ എന്നെ പരീക്ഷിക്കണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അബി. എന്നിട്ട് അബി ശരിക്കും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ കാഷ്യറോട് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്ന സമയത്തിന് അയാൾ പറയുന്നുണ്ട്, തന്റെ കള്ളക്കഥകളൊന്നും എനിക്ക് കേൾക്കണ്ട. ഏതായാലും നീ ഇവിടെ നിന്ന് പണി കഴിഞ്ഞ് പോകുന്ന സമയത്തിന് 10 150 നിന്റെ കയ്യിൽ വെച്ച് തരാമെന്നൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഹോട്ടലിലേക്ക് കുറച്ച് പോലീസുകാരിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അബിയെ കാണുന്ന സമയത്തിന് അവർക്കൊരു സംശയം. എന്നിട്ട് ഹോട്ടലുകാരോട് ചോദിക്കുന്നുണ്ട്, ഇവൻ ഇവിടെ പണിക്ക് വന്നിട്ട് എത്ര നാളായി എന്ന് ചോദിക്കും. അപ്പോൾ ഹോട്ടലുകാർ പറയുന്നുണ്ട്, അയ്യോ സാറേ അവൻ ഇവിടുത്തെ ജോലിക്കാരനൊന്നുമല്ല. അവൻ ഇന്ന് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പൈസ തരാതെ ഇറങ്ങിപ്പോയ സമയത്ത് അവനെ ഇവിടെ പിടിച്ച് ജോലിക്ക് നിർത്തിയേക്കുന്നതാണ്. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞിട്ട്, ഇവനെ കഴിഞ്ഞ ദിവസം മോഷണം നടന്ന CCTV പതിഞ്ഞ ആളുടെ മുഖം പോലെയുണ്ട് എന്നൊക്കെ പറയും. അപ്പോഴേക്കും ഹോട്ടലുകാരനൊരു ടെൻഷൻ. അയാളുടെ ഷേപ്പ് പോലെ തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ പറയട്ടെ പോലീസുകാരെ. എന്നിട്ട് പോലീസുകാരൻ നേരെ അബിയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എടാ നീ എവിടുത്തുകാരനാന്ന് ചോദിക്കുന്ന സമയത്തിന് അബിക്ക് പറയാനൊരു മടിയായിരിക്കും. എന്താടാ നിനക്ക് പറയാൻ മടിയാണെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി പറയിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അബി അവിടെ നിന്നങ്ങ് പിടിച്ച് പോലീസുകാർ കൊണ്ടുപോവാണ്. അപ്പോഴേക്കും അബി പറയുന്നത്, സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്റെ പേഴ്സും മൊബൈലെല്ലാം തന്നെ മോഷണം പോയത് കൊണ്ടാണെന്നൊക്കെ പറയും. എന്നാൽ പോലീസുകാരൊന്നും തന്നെ അബിയുടെ വാക്ക് പോലും കേൾക്കുന്നില്ല. അബീനെ കണ്ടാൽ തന്നെ ഒരു കള്ള ലക്ഷണമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പോലീസുകാർ അവിടെ നിന്നും ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്തിന് ആകെ വിഷമിച്ച് നിൽക്കുന്ന അബീനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.